ഇപ്പോൾ PM ശ്രീ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് ഇടതുപക്ഷ ഗവൺമെൻറ് അത് നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സമിതിയെ വെച്ചത്. പിന്നെ ആ സമിതിയുടെ പ്രവർത്തനം മുന്നോട്ട് പോയിട്ടില്ല. അത് നടപ്പാക്കുന്നത് അത് അടഞ്ഞ അധ്യായമായി മാറിയതാണ്. ആ അടഞ്ഞ അധ്യായം ഇവർ ഓപ്പൺ ചെയ്യുന്നു. എന്തിനു വേണ്ടി? നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നടപ്പാക്കാൻ വേണ്ടി ഒരു സമിതിയെ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അതിനകത്ത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞത് ആരാണ്? ചവറ്റുകൊട്ടയിൽ ഇടും എന്ന് പറഞ്ഞത് ആരാണ്? അപ്പം അങ്ങനെ ശക്തമായ ഒരു നിലപാട് മുന്നോട്ട് വെച്ച് വോട്ട് സമാഹരിച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വർഗീയമായ പ്രചരണം ഉൾപ്പെടെ ഇടതുപക്ഷത്തിനെതിരായി സംഘടിപ്പിച്ച് ആളുകളെ പറ്റിക്കൽ ഇവർ ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അവിടെ യു ടേൺ ആർക്ക് വേണ്ടിയാണ്, എന്ത് ഡീലിൻ്റെ ഭാഗമാണ് എന്നുകൂടി അവർ വിശദീകരിക്കേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോവും. തീർച്ചയായിട്ടും RSSന് കീഴ്പ്പെട്ടുകൊണ്ട് കേരളത്തെ ഈ നിലയിൽ ഭരിച്ച് മുന്നോട്ട് പോവാമെന്ന് ആരും ധരിക്കേണ്ടതില്ല. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ RSSന് 3 സീറ്റേ ഉള്ളുവെങ്കിലും BJPക്ക് MLA-മാരുടെ എണ്ണം കുറവാണെങ്കിലും സുഖമായി ഭരിക്കാനുള്ള സൗകര്യമാണ് സതീശൻ ചെയ്തു കൊടുക്കുന്നത്. അപ്പം അതിന് അദാനിയാണ് മധ്യസ്ഥം വഹിച്ചത്. അദാനിയും NDA-യിലെ ചില കക്ഷികളും RSSന്റെ നേതൃത്വവുമെല്ലാമായി സതീശൻ നടത്തിയിട്ടുള്ള ഒരു ഡീലിൻ്റെ കൂടി ഭാഗമാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഇനിയും ഒരുപാട് വാർത്തകൾ പുറത്തു വരാനുണ്ട്. വിവിധ മന്ത്രിമാരുടെ ഓഫീസുകളിൽ എങ്ങനെയാണ് RSSുമായി ബന്ധമുള്ള ആളുകൾ കടന്നു വന്നത്? മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ട് വന്ന ആളെക്കുറിച്ച് ആക്ഷേപം വന്നല്ലോ. ബിന്ദു കൃഷ്ണയുടെ ഓഫീസിൽ ഒരാൾ വന്നു എന്ന് പറഞ്ഞ് ആക്ഷേപം വന്നല്ലോ. ഇതൊന്നും ഞങ്ങൾ ഉന്നയിച്ച ആക്ഷേപമല്ല. ഇതെല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്ന ആക്ഷേപങ്ങളാണ്. അപ്പോൾ അത് കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. RSSും സതീശനും തമ്മിലുള്ള ഡീൽ കൂടുതൽ തെളിഞ്ഞു വരുന്നു എന്നതാണ് ലോക് ഭവനിൽ ഒടുവിൽ നടന്ന യോഗം ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്നത്. അതായത് പിന്നീട് ഗവൺമെൻറ് ഇത്ര സ്കൂളുകളിൽ നടപ്പാക്കും എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ടില്ല. അപ്പോൾ എന്തിനാണ് ആ അടഞ്ഞ അധ്യായം? അതായത് 2027 വരെ അതിന് കാലാവധിയുള്ളൂ. ഇപ്പോഴുള്ള ഗവൺമെൻറ് നേരത്തെ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ പദ്ധതി ഇവിടെ നടപ്പാക്കുന്ന പ്രശ്നമില്ല. പിന്നെ ഈ ഫെഡറൽ തത്വമനുസരിച്ച് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം സ്വാഭാവികമായിട്ടും സംസ്ഥാനം അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. ഇതൊക്കെ ഒരു പുകമറയുണ്ടാക്കുകയാണ്. നേരത്തെ ഇടതുപക്ഷം ഒപ്പുവെച്ചിട്ടുണ്ട്, ഇനി വേറെ രക്ഷയില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊരു പുകമറയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ പറയരുത് എടുത്ത് തോട്ടിലെറിയുമെന്ന് പറയേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. അല്ലേ പിന്നെ അത് തെറ്റാണെന്ന് പറയണം. അല്ല, ക്ലോസ് ചാപ്റ്ററായി എന്ന് പറഞ്ഞാൽ 2027 വരെ കാലാവധിയുള്ളൂ. ആ കാര്യത്തിനകത്ത് ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ആ പദ്ധതി ഇവിടെ നടപ്പാവില്ലല്ലോ. നിങ്ങൾ സാങ്കേതികമായി പറഞ്ഞതിന് പകരം എന്താ ആവശ്യം? എന്താ? ആ പദ്ധതി നടപ്പാക്കാൻ പാടില്ല. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളുടെ കണക്ക് കൊടുത്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ട് 2027 അവസാനിക്കുന്ന ഒരു പദ്ധതിയിൽ 2026 ഈ ഇത്രയും കാലമായിട്ടും നടക്കാത്ത പിന്നെ നടക്കില്ലല്ലോ. അപ്പോൾ എന്താണ് വേണ്ടത്? ആ പദ്ധതി നടപ്പാക്കരുത് എന്നാണ്. നടപ്പാക്കാതിരിക്കാൻ ആവശ്യമായ ഇടപെടലാണ് ഇടതുപക്ഷം നടത്തിയത്. അതാണ് അതിൻ്റെ അത് കണ്ടത്. സാഹചര്യമുണ്ട്. അല്ലെ, ആ സാഹചര്യം ഞങ്ങൾ പറഞ്ഞപ്പോൾ അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിനാണ് UDF മറുപടി പറയേണ്ടത്. ഞങ്ങൾ അന്ന് പറഞ്ഞ കേരളത്തിലെ വിദ്യാഭ്യാസം ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അപ്പം അന്ന് അവർ പറഞ്ഞ് ഇവിടെയുള്ള സിലബസുകൾ മുഴുവൻ അവർ നിശ്ചയിക്കുമെന്നാണ്. അപ്പം അതിനെല്ലാം കൃത്യമായ വിസ്തീർണം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അന്ന് കൊടുത്തിട്ടും ഇവിടെ വർഗീയപരമായ പ്രചരണമാണ് UDF നടത്തിയത്. നിങ്ങൾ ഈ പുറത്ത് അവർ പത്രസമ്മേളനത്തിൽ പറയുന്നത് പോലെയല്ല അവിടെ സൈബർ അണികൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചത്. പച്ച വർഗീയതയാണ്, RSSുമായി പിണറായി വിജയൻ ഡീലാണ് എന്നെല്ലാമുള്ള പ്രചരണം PM ശ്രീയെ മുൻനിർത്തി നടത്തിയവർ PM ശ്രീ നടപ്പാക്കാൻ വേണ്ടി വരുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം പറയണം. ആ ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. നേരത്തെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം അത് ഒരു ഫെഡറൽ തത്വത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രം കൊടുക്കേണ്ട പണം കിട്ടാതിരിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ ഒക്കെ ഉണ്ട്. അതതിൻ്റെ പരിമിതിയും പ്രശ്നങ്ങളുമുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഇങ്ങനൊരു പ്രശ്നം ഉയർന്നു വന്നു. നിങ്ങളെപ്പോലെ മാധ്യമപ്രവർത്തകർ അതൊരു വിഷയമാക്കി അത് മാറ്റിവെച്ചു. എന്നാൽ പിന്നെ അവിടെ നിൽക്കണ്ടേ?
പറയേണ്ടത് അന്ന് ലെഫ്റ്റ് അത് ഒപ്പിടാനുള്ള തീരുമാനം ശരിയായിരുന്നു. അന്ന് അതിനെ വർഗീയവൽക്കരിച്ചവർ ഇപ്പോൾ മറുപടി പറയണം എന്നല്ലേ യഥാർത്ഥ. അതുതന്നെയാണ് ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അന്ന് അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ അധികാരം കിട്ടിയപ്പോൾ അറബിക്കടലിൽ വറ്റിപ്പോയിട്ടില്ല എന്ന് ഞങ്ങൾ അങ്ങോട്ട് ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം അവർ മറുപടി പറയട്ടെ, ആ കാര്യത്തിൽ അവർ മറുപടി പറയട്ടെ. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി എന്താ പറഞ്ഞത്? എന്തെങ്കിലും ഒരു കൃത്യമായ മറുപടി പറഞ്ഞോ? കെ എം ഷാജിയുടെ ആവേശ പ്രസംഗം എന്തായിരുന്നു അല്ലേ? എല്ലാവരും പ്രസംഗിച്ചല്ലോ. അപ്പോൾ എല്ലാവരും പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ കാര്യം മാത്രമായിട്ടല്ല പിന്നീട് അതിന് വ്യാഖ്യാനിച്ചത്. അത് കടുത്ത വർഗീയതയിലേക്കാണ് പിന്നീട് പോയത്. നമ്മളത് കണ്ടതാണ്. അപ്പോൾ അതിനാദ്യം അവർ മറുപടി പറയട്ടെ, ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം.